സ്മോക്കിംഗ് അല്ലെങ്കിൽ ഒരു സ്മോക്കറിന് വി ഹാവ് കുറച്ച് സൈൻസ്. ചുണ്ട് ചിലപ്പോൾ കറുത്തുണ്ടാവും, ഫിംഗേഴ്സിലെ സ്മെൽ, ആൽക്കഹോൾ എന്ന് വെച്ചാൽ ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാവും. ഈ ഡ്രഗ് അഡിക്റ്റ് ആണെങ്കിൽ എന്തൊക്കെ സിംറ്റംസ് ഓർ സൈൻസ് ആണ് ആസ് എ ക്ലിനിഷ്യൻ ഫാദർ നോക്കുക? നമ്മൾ സാധാരണ നമ്മുടെ അടുത്ത് വരുന്ന ആളുകൾ ബേസിക്കലി ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ എന്നുള്ള ഹിസ്റ്ററി ആണല്ലോ ബേസിക്കലി. പേഷ്യൻറ്റിനെ നിന്ന് ഹിസ്റ്ററി കിട്ടുന്നു, കൂടെ താമസിക്കുന്ന ആൾക്കാർ, പാരൻസോ അല്ലെങ്കിൽ ഒരു റിലയബിൾ ഇൻഫോർമൻസ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം, ടീച്ചേഴ്സൊക്കെ ആയിരിക്കാം. അവിടെ നിന്നാണ് നമുക്ക് കൃത്യമായിട്ട് ഇൻഫോർമേഷൻ. അപ്പം നമ്മൾ സാധാരണ നോക്കുമ്പോൾ ഒരു ഡിക്ലൈൻ കാണാം പൊതുവേ പല ഏരിയാസ്. നമ്മൾ ബിഹേവിയറൽ ഇതിൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഇത്, സൈക്കോളജിക്കൽ ഇത്, അതുപോലെ തന്നെ ആഡ് ഓൺ ടു ഇറ്റ് ദർ ഇസ് സം എൻവയോൺമെന്റൽ ക്യൂസ് വിച്ച് ഷോസ് ദാറ്റ് അദ്ദേഹം ഡ്രഗ് ഉപയോഗിക്കുന്നു. ഇപ്പം ബിഹേവിയറൽ ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ വളരെ ശാന്തമായിരുന്ന ആൾ, വളരെ ഓക്കെ ആയിരുന്ന ഒരു പയ്യൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു. ചിലപ്പോൾ അതൊരു ചെറിയ വിഡ്രോവൽ ഇഷ്യൂസിൻ്റെ ഭാഗമായിട്ടായിരിക്കും. അപ്പോൾ അവൻ്റെ പെരുമാറ്റത്തിലൊരു മാറ്റം പാരൻസ് നോട്ട് ചെയ്യുന്നു. കുറച്ചും കൂടി ഒരു സീക്രട്ടീവ് ബിഹേവിയേഴ്സ് എന്ന് പറഞ്ഞാൽ, മുറിയിൽ അടച്ചിട്ടിരിക്കുന്നു, വീട്ടിലെല്ലാവരുടെ കൂടെയൊക്കെ ഭക്ഷണം കഴിക്കുകയും പ്രാർത്ഥനയൊക്കെ ചെയ്യുന്ന ആളധികം സോഷ്യൽ ഇൻട്രാക്ഷൻസ് ഒഴിവാക്കുന്നു. അതുപോലെ തന്നെ ഒരു മൊത്തത്തിലൊരു ഡിക്ലൈൻ, ഒരു ഹെൽത്തിൻ്റെ കാര്യത്തിൽ ഡിക്ലൈൻ, കുളിക്കാനൊക്കെ മടി, പേഴ്സണൽ ഹൈജീൻ. അപ്പോൾ അവൻ്റെ ഒരു ബിഹേവിയറിൽ പൊതുവെ ഒരു മാറ്റം അതായിരിക്കും നോട്ട് ചെയ്യേണ്ടത്. നമുക്കിവിടെ ഒരു കാര്യമുള്ളത്, നമ്മുടെ പാരൻസ് പലതും ചിലത് നോട്ട് ചെയ്യണില്ല. കാരണം എല്ലാവരും ബിസി ആയിട്ട് നടക്കുമ്പോൾ ഇവനിൽ ഇങ്ങനെ ഒരു ചേഞ്ച് വരണത് ചിലപ്പോൾ നോട്ട് ചെയ്യാറില്ല. അതൊരു നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാറുണ്ട്. സാറേ ഇവൻ ഇങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എന്ന് പാരന്റ്സ് അങ്ങനെ കമന്റ് ചെയ്യാറുണ്ട്. ബിക്കോസ് എല്ലാ പാരന്റ്സിനും മോനോ മോളോ ഇസ് ദ ബെസ്റ്റ്. ബെസ്റ്റ്. അപ്പൊ അവരത് പ്രതീക്ഷിക്കണില്ലല്ലോ. അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മള് കൊറോണയുടെ സമയത്ത് ഭയം വേണ്ട, ജാഗ്രത മതി എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഈ ഡ്രഗ്സിന്റെ കാര്യത്തിൽ ഭയം തന്നെ വേണം. ശരിക്കും ഭയം തന്നെ ഇതിനെക്കുറിച്ച് വേണം. കാരണം എൻ്റെ വീട്ടിൽ എപ്പോഴാണ് കള്ളം കയറുക എന്ന് വിചാരിക്കുന്ന പോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും എൻ്റെ മക്കള് ഇതിനെ അഡിക്റ്റ് ആവാൻ സാധ്യതയുണ്ടെന്നൊരു ചിന്ത എപ്പോഴും ഉള്ളിൽ സൂക്ഷിക്കുക. അപ്പോൾ ഈ ഒരു ബിഹേവിയറൽ കാര്യങ്ങളാണ് ഒന്നാമതായി നമ്മൾ കാണുന്നത്. രണ്ട്, ഫിസിക്കലായിട്ടുള്ള ചില സയൻസ്, വെയിറ്റ് ലോസ് വരാം. ചില ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അധികം വിശപ്പ് വരില്ല, അപ്പോൾ ഓട്ടോമാറ്റിക്കലി വെയിറ്റ് ലോസ് വരാം. പിന്നെ അതുപോലെ തന്നെ ഹെയർ ചേഞ്ചസ്, പേഴ്സണൽ ഹൈജീൻ കുറവുള്ളത് കൊണ്ടുണ്ടാകുന്ന ചിലപ്പോൾ സ്കിൻ ഇൻഫെക്ഷൻസ്. അത് ചില ആളുകൾക്ക് ഈ ഡ്രഗ് യൂസും അനുബന്ധിച്ച് ചിലപ്പോൾ ഒരു സെക്ഷൽ ബിഹേവിയേഴ്സിലൊക്കെ ഇഷ്യൂ വരാം. അപ്പോൾ ചില ആളുകൾക്ക് അങ്ങനത്തെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൽനെസ്സസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇത് വരാം. പിന്നെ ഡ്രഗ് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ കണ്ണിന് കൺജഷൻ, കണ്ണ് ചുമന്നിരിക്കുന്ന അവസ്ഥ, അങ്ങനത്തെ കുറേ ഫിസിക്കലായിട്ട് ചില സയൻസ് വരാം. മൂന്നാമത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ ഏരിയാസ് ആണ്. ഒരു ആങ്സൈറ്റി ഉള്ളിൽ എപ്പോഴും ഇത് വരാം. പിന്നെ സൈക്കോട്ടിക് ആയിട്ടുള്ള പേടി, ഭയം, എന്നെ പോലീസ് പിന്തുടരുന്നുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ ആക്രമിക്കാൻ വരുന്നു. അതുപോലെ തന്നെ ഒരു മാനിക് എപ്പിസോഡ്സ് വരാം. പിന്നെ അതേപോലെ തന്നെ ഡിപ്രഷൻ ഇതിലേക്ക് പോകാം. അപ്പം ഇങ്ങനത്തെ ചില സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ കാര്യങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു എൻവയോൺമെന്റൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ, പണ്ടത്തെ ഫ്രണ്ട്സൊക്കെ പോയി, ഹെൽത്തി ആയിട്ടുള്ള ഫ്രണ്ട്സൊക്കെ പോയി, ഇപ്പോൾ വേറൊരു ടൈപ്പ് ഗ്യാങ്ങിൻ്റെ കൂടെയാണ് അവൻ നടക്കുന്നത്. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ചില സാധനങ്ങൾ മിസ്സാവുന്നു. ചിലപ്പോൾ അവനത് സെല്ല് ചെയ്തിട്ട് ഇവൻ്റെ ഡ്രഗ് പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ ആയിരിക്കാം. അങ്ങനത്തെ ചില, അല്ലെങ്കിൽ പിന്നെ റൂമിൽ പാരൻസിനെ കയറ്റില്ല. റൂമിൽ ചിലപ്പോൾ ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിൻ്റെ ചില കാര്യങ്ങൾ, അതിൻ്റെ പേപ്പർ അല്ലെങ്കിൽ ബോങ്ക് എന്നൊക്കെ പറയുന്ന കന്നാബിസ് ഉപയോഗിക്കുന്ന ചില കാര്യങ്ങൾ, അങ്ങനത്തെ ചില കാര്യങ്ങൾ. അപ്പോൾ ഈ എൻവയോൺമെന്റൽ ക്യൂസ് കാണുന്നു. അപ്പം നമ്മളൊരു വിജിലൻ്റ് ആവുമ്പോൾ ഈ കാര്യങ്ങളിൽ നമുക്ക് പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റും. ഓവറോൾ നമ്മൾ പറയുമ്പോൾ ദർ ഈസ് എ ഡിക്ലൈൻ. പണ്ടത്തെ അവസ്ഥയിൽ നിന്ന് മൊത്തത്തിലൊരു ഡിക്ലൈൻ. അത് ബോത്ത് അക്കാഡമിക് കാര്യങ്ങൾ, സോഷ്യൽ ലൈഫിൽ എല്ലാത്തിലും ഒരു ഡിക്ലൈൻ വരുന്നു. അതാണ് ബേസിക്കലി ഒരു ഇമ്പയർമെന്റ് ഇൻ സോഷ്യൽ, ഒക്യുപ്പേഷണൽ ആൻഡ് എഡ്യൂക്കേഷണൽ ആൻഡ് അതർ ഏരിയാസ് ഓഫ് ഫങ്ഷനിങ്. അത് വരുമ്പോഴാണ് നമ്മൾ കൃത്യമായിട്ട് ഇത് അവനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കൃത്യമായി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം.